നമസ്കാരം. കൊല്ലപ്പെട്ട മുൻ ഇറാൻ പരമാധികാരി ആയത്തുള്ള അലി ഖമനേയുടെ മകനും നിയുക്ത ഇറാൻ പരമാധികാരിയുമായ മുജ്തബ ഖമനേയ്ക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ ഇസ്രയേൽ എംബസിക്ക് മുന്നിലായി 2 ആഡംബര അപ്പാർട്ട്മെന്റുകൾ സ്വന്തമായുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ആയത്തുള്ള അലി ഖമനേയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 1100 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ. എന്തായാലും ബ്രിട്ടനിലെ പുതിയ കെട്ടിടത്തിൻ്റെ വിവരങ്ങൾ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് തലസ്ഥാനത്ത് സുരക്ഷാ ആശങ്കകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. തൻ്റെ സഹായികളുടെ പേരിലാണ് വില കൂടിയ കെൻസിംഗ്ടൺ അപ്പാർട്ട്മെൻറ്റുകൾ മുജ്തബ ഖമനേ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കെൻസിംഗ്ടൺ കൊട്ടാരത്തിന് അടുത്തുള്ള കെട്ടിടത്തിലെ 6ാം നിലയിലും 7ാം നിലയിലുമായാണ് ഈ അപ്പാർട്ട്മെൻറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് 50 മില്യൺ പൗണ്ടിലധികം വില വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലണ്ടനിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഇസ്രയേൽ എംബസി സ്ഥിതി ചെയ്യുന്നതിനടുത്താണ് ഈ സാധനങ്ങൾ എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കെട്ടിടത്തിൻ്റെ താഴെ നിലയിൽ ജോലിക്കാർക്കായുള്ള ക്വാർട്ടേഴ്സുമുണ്ട്. 1 വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ ബ്ലൂംബർഗാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 2014 മുതൽ ഖമനേയ്ക്ക് ഈ അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതുകൂടാതെ മറ്റു പല കെട്ടിടങ്ങളും ബ്രിട്ടനിൽ ഖമനേയ്ക്ക് സ്വന്തമായി ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹാംസ്റ്റഡ്സിലെ ശതകോടീശ്വരന്മാരുടെ വഴി എന്നറിയപ്പെടുന്ന ബിഷപ്സ് അവന്യൂവിൽ 11 ആഡംബര സൗധങ്ങൾ ഒരു ബിനാമിയുടെയും ഐൽ ഓഫ് മാനിൽ മേൽവിലാസമുള്ള ഒരു ഷെൽ കമ്പനിയുടെയും സഹായത്തോടെ ഖമനേയ് വാങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് പൗണ്ട് മൂല്യം വരുന്ന വസ്തുവകകളാണ് ഈ മതപുരോഹിതൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട്. ഇറാനെതിരെയുള്ള ഉപരോധം ചെറുക്കുന്നതിന് രൂപീകരിച്ച ഓയിൽ പ്രോഗ്രാം വഴിയാണ് ഇതിനുള്ള ധനം സമാഹരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ഇസ്രായേൽ എംബസിക്ക് മുന്നിലുള്ള അപ്പാർട്ട്മെന്റുകളുമായാണ് സുരക്ഷാ ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഇസ്രായേൽ എംബസിയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇവിടം ഉപയോഗപ്പെടുത്തിയേക്കാമെന്നാണ് സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാൻ ചാര സംഘടനയ്ക്കായി ചാരപ്രവൃത്തി ചെയ്യുന്നുവെന്ന് സംശയിച്ച് വടക്കൻ ലണ്ടനിൽ 4 ഇറാനിയൻ വംശജർ അറസ്റ്റിലായതിനെ തുടർന്നാണ് ഈ ആശങ്ക കൂടുതൽ ശക്തമായത്. അറസ്റ്റിലായ ഒരു ഇറാനിയൻ പൗരനും ഇറാനിയൻ പൗരത്വമുള്ള 3 ബ്രിട്ടീഷ് പൗരന്മാരും ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും ചില വ്യക്തികൾക്ക് മേലും നിരീക്ഷണം നടത്തി വരികയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലണ്ടനിൽ ജൂതപ്പള്ളികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്തിയിരുന്ന ഇവർ ഈ ആരാധനാലയങ്ങളിൽ എത്തിയിരുന്ന വിശ്വാസികളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതിന് വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ഹാരോയിൽ നിന്ന് മറ്റ് 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇസ്രായേലി എംബസിയുടെയും ബ്രിട്ടനിലെ ജൂത സമൂഹത്തിൻ്റെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി കെൻസിംഗ്ടൺ അപ്പാർട്ട്മെന്റുകൾ മാറിയേക്കാം എന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. എംബസിയുമായി 50 മീറ്ററിൽ താഴെ ദൂരത്തിലാണ് ഈ അപ്പാർട്ട്മെന്റുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെ ഇരുന്ന് എംബസിയിലെ ജീവനക്കാരെയും അവിടെ എത്തുന്ന സന്ദർശകരെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ കഴിയുമെന്നും സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ചിത്രീകരിക്കാനും ഒരുപക്ഷെ കെട്ടിടത്തിന് പുറത്തു നടക്കുന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുവാനും സാധിക്കുമെന്നും അവർ പറയുന്നു. എംബസിയുമായുള്ള അകലം കുറവായതിനാൽ ലേസറിന്റെ സഹായത്തോടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കെട്ടിടത്തിനടുത്തുള്ള സംഭാഷണങ്ങൾ ഒരു പരിധിവരെ ചോർത്താനും സാധിക്കുമെന്ന ആശങ്കയും ശക്തമായുണ്ട്.